ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ഫിസിക്സിൽ ഒരുപാട് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ന്യൂട്ടന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഓരോ സിമ്പിൾ പെൻഡുലം, അങ്ങനെ ഓരോരോ കേസസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഡിറൈവ് ചെയ്യുന്നുണ്ട്, പലപ്പോഴും സോൾവ് ചെയ്തെടുക്കുന്നുണ്ട്. ദെൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഒക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ആവശ്യകത? അതെ, നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ മൂവ് ചെയ്യുന്നതിന് ആ ഒരു ഒബ്ജക്റ്റിന്റെ മോഷനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഇക്വേഷൻസിലൂടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും അല്ലെ. അതായത് പലപ്പോഴും എന്താ പറയാ, ഇനി ഏതൊരു ഒബ്ജക്റ്റിന്റെ മോഷൻ ആയാലും അതിന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒബ്ജക്റ്റിന്റെ എല്ലാ ടൈപ്പ് മോഷൻസും അല്ലെങ്കിൽ അതിന്റെ എല്ലാ ക്യാരക്ടേഴ്സും ആ ഒരു മോഷന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ആ ഒരു ഇക്വേഷൻ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു പ്രോബ്ലത്തിനെ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് വഴി കഴിയുന്നുണ്ട്, ഇക്വേഷൻസിലൂടെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കൂ, നമ്മുടെ ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ മോഷൻ കോംപ്ലിക്കേറ്റഡ് ആയി. അപ്പൊ മോഷൻ കോംപ്ലിക്കേറ്റഡ് ആവുന്നതോട് കൂടിയിട്ട് നമ്മുടെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഇക്വേഷൻസ് ഓഫ് മോഷനും എന്തായിരിക്കും, കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇത്തരത്തിലൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാല് അതെന്താണ്, ഇറ്റ് ഈസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് അല്ലെ. നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ടൈം കൺസ്യൂമിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇത്തരത്തിലുള്ള മോഷൻസ് കോംപ്ലിക്കേറ്റഡ് ആയാൽ അത് സോൾവ് ചെയ്ത് ആ മോഷനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അപ്പം ഈ ഒരു ഇത്തരത്തിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻസിലൂടെ നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ഇത് സോൾവ് ചെയ്യുന്നതിനെ നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡ് എന്നാണ് പറയുന്നത്. അതായത് അനലിറ്റിക്കൽ മെത്തേഡിലാണ് നമ്മൾ ഈ ഡെറിവേഷൻസ് ഒക്കെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു ഇക്വേഷൻസിലൂടെ നമ്മൾ ഇതിന്റെ ആ ഒരു മോഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിറൈവ് ചെയ്ത് മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് ഇതാണ് അനലിറ്റിക്കൽ മെത്തേഡ്. അപ്പൊ മോസ്റ്റ് ഓഫ് ദ കേസസ് നമുക്ക് സിമ്പിൾ മോഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ്, ഈ അനലിറ്റിക്കൽ മെത്തേഡ് ഈസിയാണ്. പക്ഷെ മോഷൻസ് കോംപ്ലിക്കേറ്റഡ് ആയാൽ അതിന്റെ ഇക്വേഷൻസ് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ആക്ച്വൽ റിസൾട്ടിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത്തരം കേസസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഇങ്ങനത്തെ കേസിലാണ് നമ്മൾ ജിയോമെട്രിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അനലിറ്റിക്കൽ മെത്തേഡ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസസിൽ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ, ഇനി അല്ലാത്ത കേസസിൽ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു മോഷന്റെ ഗ്രാഫ് വരച്ചിട്ട് ആ ഗ്രാഫിലൂടെ നമ്മൾ കാര്യങ്ങൾ, ആ ഒരു മോഷന്റെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നതാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പൊ നമുക്ക് ഇന്നിവിടെ ഇത്തരത്തിലൊരു പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ ഒരു എക്സ് ഡയറക്ഷനിലുള്ള മോഷൻ ഉണ്ട്. ആ മോഷനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ കുറിച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വഴി നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതാണ് പറയുന്നത്. അപ്പം ഇവിടെ അതിന്റെ ടേം ആണ് പൊട്ടൻഷ്യൽ എനർജി കർവ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. അതാണ് നമ്മുടെ ഗ്രാഫ്. അപ്പൊ എന്താ ഈ പൊട്ടൻഷ്യൽ എനർജി കർവ് എന്ന് പറയുന്നത്? അതായത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട് അല്ലെ, ആ ഒബ്ജക്റ്റ് ഇപ്പൊ ടൈമിനനുസരിച്ച് അതിന്റെ പൊസിഷൻ മാറുന്നുണ്ട്. അങ്ങനെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയിൽ എന്ത് വേരിയേഷൻ വരുന്നു, ആ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ ആയിരിക്കും എന്ന് നമ്മളൊരു ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി കർവ് എന്ന് പറയുന്നത് അല്ലെ. വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി വിത്ത് റെസ്പെക്ട് ടു ദ പൊസിഷൻ അനുസരിച്ച്, ആ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ അനുസരിച്ച് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയിൽ എന്ത് വേരിയേഷൻ ആണ് വരുന്നത് എന്നുള്ളതാണ് പൊട്ടൻഷ്യൽ എനർജി കർവ്. അപ്പൊ ഇത്തരത്തിലൊരു പൊട്ടൻഷ്യൽ എനർജി കർവ് വഴി നമ്മൾ എങ്ങനെ ഗ്രാഫ് അനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യം നമുക്ക് അതിൽ നിന്ന് ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി കർവാണ് കേട്ടോ ഈ ബോർഡിൽ കാണുന്നത്. അപ്പൊ നേരത്തെ വരച്ചു വെച്ചതാണ്. അപ്പം അതിനുവേണ്ടി സപ്പോസ് നമുക്കൊരു പാർട്ടിക്കിൾ ഉണ്ട് അല്ലെ, ഈ മാസുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട്.
എന്താണ് അത് എക്സ് ഡയറക്ഷനിൽ എക്സ് ആക്സിസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എക്സ് ആക്സിസിൽ മാത്രമേ അതിന് ആ ഒരു ഒബ്ജക്റ്റില് മോഷൻ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ അതിനാണ് ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത് എന്നുള്ളത് നോക്കാം. അപ്പം നമ്മുടെ പാർട്ടിക്കിള് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. ദെൻ നമുക്കറിയാം എന്ത് പൊട്ടൻഷ്യൽ ഫോർ എ കൺസർവേറ്റീവ് ഫീൽഡ്, നമ്മളൊരു കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ അല്ലെ. അതായത് പിന്നെ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് മൈനസ് ഡെൽ യു എന്ന് എഴുതിയില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള്. ഫോർ എ കൺസർവേറ്റീവ് ഫോഴ്സ് ക്യാൻ ബി, ഒരു കൺസർവേറ്റീവ് ഫീൽഡിൽ ഫോഴ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് റെപ്രസെന്റഡ് ബൈ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കി ഈ ഡെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ സെഡ് ഉണ്ട് അല്ലെ. അതായത് എക്സ് വൈ സെഡ് കമ്പണൻസ് ഉണ്ട് അല്ലെ. പക്ഷെ ഇവിടെ നമ്മൾ അത് പരിഗണിക്കുന്നില്ല, കാരണം ഈ ഒരു പാർട്ടിക്കിളിന്റെ മോഷൻ എന്താണ്, എക്സ് ആക്സിസിൽ മാത്രമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് ഒരു വൺ ഡയമെൻഷൻ മോഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ് എന്ന് എഴുതാം അല്ലെ. ഡി യു ബൈ ഡി എക്സ്, എക്സിനനുസരിച്ച് മാത്രമേ അവിടെ പൊട്ടൻഷ്യൽ എനർജിയിൽ വേരിയേഷൻ വരുന്നുള്ളൂ. അപ്പൊ നമ്മള് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പൊ ഞാന് ഈ ഒരു ഒബ്ജക്റ്റിന്റെ എക്സ് ആക്സിസിലുള്ള ഈ ഒരു മോഷനാണ് ഗ്രാഫിക്കലി ഇവിടെ റെപ്രസെന്റ് ചെയ്തത് അല്ലെ. എക്സ് ആക്സിസിൽ പൊസിഷൻ ഉണ്ട് അല്ലെ, പൊസിഷൻ ഉണ്ട്. വൈ ആക്സിസിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, പൊസിഷൻ അനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജിയിലുള്ള വേരിയേഷൻ ആണ് നമ്മൾ ഈ കണ്ടത് അല്ലെ. ഇതിനെയാണ്, ഇത്തരത്തിലുള്ള ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എനർജി കർവ് എന്ന് പറയുന്നത് അല്ലെ. വേരിയേഷൻ ഓഫ് പിന്നെ പൊട്ടൻഷ്യൽ എനർജി വിത്ത് റെസ്പെക്ട് ടു എക്സ് പൊസിഷൻ അനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജിയുള്ള ചേഞ്ച് ആണ്. ചേഞ്ച് റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫാണ് എന്ത്, പൊട്ടൻഷ്യൽ എനർജി കർവ് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കി ഈ ഒരു ഗ്രാഫിന്റെ യുവും എക്സും ആണല്ലേ. ഈ ഒരു ഗ്രാഫിന്റെ സ്ലോപ്പാണ് എന്ത്, ഈ ഒരു ഗ്രാഫിന്റെ സ്ലോപ്പാണ് എന്ത്, ഡി യു ബൈ ഡി എക്സ് അല്ലെ. ഡി യു ബൈ ഡി എക്സ് ആണ് ഈ ഒരു ഗ്രാഫിന്റെ അല്ലെ. നമ്മൾ സ്ലോപ്പ് എടുക്കുന്നത് ഡി യു ബൈ ഡി എക്സ് അല്ലേ, ഡെറിവേറ്റീവ് ആയിട്ടല്ലേ എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഡി യു ബൈ ഡി എക്സ്. ഇനി നമുക്ക് പിന്നെ ഇതിന്റെ ഓരോ പാർട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്ക്, ഈ ഒരു എ ബി എന്ന് പറയുന്ന പോയിന്റും എ ബി എന്ന് പറയുന്ന പൊസിഷനും സി ഡി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം, കൺസിഡർ എ ബി ആൻഡ് സി ഡി, എ ബി ആൻഡ് സി ഡി. അപ്പൊ ഇവിടെ നോക്ക്, ഗ്രാഫിന്റെ വാല്യൂസ് ഇൻക്രീസ് ചെയ്ത് പോവല്ലേ ഈ രണ്ട് പോർഷനും അല്ലെ. ഈ രണ്ട് പോർഷനിലും ഗ്രാഫിന്റെ വാല്യൂസ് ഇൻക്രീസ് ചെയ്ത് പോവല്ലേ. അപ്പൊ അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും, ഡി യു ബൈ ഡി എക്സ്. ഡി യു ബൈ ഡി എക്സിന്റെ വാല്യൂസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഡി യു ബൈ ഡി എക്സ് എന്തായിരിക്കും, ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ നോക്ക്, നമ്മുടെ ഈ റീജിയനില് ഡി യു ബൈ ഡി എക്സ് എന്തായിരിക്കും, ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലെ. ഡി യു ബൈ ഡി എക്സ് സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. ഇത് സ്ലോപ്പ് അല്ലേ, സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. ദെൻ ഫോഴ്സ് എന്തായിരിക്കും, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡി യു ബൈ ഡി എക്സ് അല്ലെ. അപ്പൊ ഡി യു ബൈ ഡി എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എഫ് എന്തായിരിക്കും, ഒരു നെഗറ്റീവ് ആയിരിക്കില്ലേ അല്ലെ, നെഗറ്റീവ് ഓഫ് ദിസ്. അപ്പൊ ഡി യു ബൈ ഡി എക്സ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ദെൻ അപ്പൊ നിങ്ങൾ നോക്ക്, ഈ ഒരു എ ബി എന്ന് പറയുന്ന പോയിന്റും സി ഡി എന്ന് പറയുന്ന പൊസിഷനിലും ഫോഴ്സ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും അല്ലെ. നെഗറ്റീവ് എന്ന് പറഞ്ഞാല് എല്ലാം ഫോഴ്സ് എങ്ങനെയായിരിക്കും, എല്ലാം നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ അല്ലെ. അതാണ് ഈ റെപ്രസെന്റ് ചെയ്തത്. ഈ ഒരു പോയിന്റിലും ഈ ഒരു റീജിയനിലും നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ, ഇത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ അല്ലെ. ദിസ് ഇസ് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പൊ എന്തായിരിക്കും, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് റീജിയൻ നോക്കാം. ദാറ്റ് ഈസ് റീജിയൻ ജി എ ആൻഡ് ബി സി. അപ്പൊ നിങ്ങൾ നോക്ക്, ജി എ ആൻഡ് ബി സി. ജി എയിലും ബി സിയിലും ഇതുപോലെ ഡി യു ബൈ ഡി എക്സ് എന്തായിരിക്കും, അവിടെ നിങ്ങൾ നോക്കൂ, വാല്യൂസ് കുറഞ്ഞു വരുമല്ലേ അല്ലെ. യു പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരുന്നത് അല്ലെ, ഈ റീജിയനും. അപ്പൊ നമ്മുടെ ഡി യു ബൈ ഡി എക്സ് സ്ലോപ്പ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കില്ലേ. ആ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും അല്ലെ. അപ്പൊ ഈ സ്ലോപ്പ് നെഗറ്റീവ് ആയി, ദെൻ
അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും? നമുക്കറിയാം ഫോഴ്സ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ് അല്ലെ. അപ്പൊ ഡി യു ബൈ ഡി എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും? നെഗറ്റീവും നെഗറ്റീവും വന്നില്ലേ, രണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ആയിരിക്കും അല്ലെ. അവിടെ ഫോഴ്സ് എന്തായിരിക്കും? ഈ റീജിയനിൽ ഫോഴ്സ് പോസിറ്റീവ് ആയിരിക്കും. ഫോഴ്സ് പോസിറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ എല്ലാം പോസിറ്റീവ് എക്സ് ആക്സിസിലേക്ക് ആയിരിക്കും അല്ലെ. അപ്പൊ അതാണ് നിങ്ങൾ ഈ ഒരു റെഡ് ആരോയില് കാണിച്ചത്. ജി എയിലും പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആയിരിക്കും, അതേപോലെ ബി സിയിലും പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ നോക്ക്, നമ്മുടെ പോയിന്റ്സ് ഇപ്പൊ ഇത്രയും കാര്യം പറഞ്ഞു. ദെൻ നമ്മുടെ എ ബി സി ഡി അല്ലെങ്കിൽ ജിയില് എക്സാക്ട് ആയിട്ട് നമ്മൾ ആ ഒരു കോൺസ്റ്റന്റ് എന്നുള്ള റീജിയൻ ഇല്ല, താഴോട്ട് വേരിയേഷൻ എന്നുള്ള റീജിയനേ അല്ലെ. ദാറ്റ് ഈസ് എ ബി സി ഡി. നിങ്ങൾ ഏത് പോയിന്റ്സ് കൺസിഡർ ചെയ്യുക? എ ബി സി ഡി. അപ്പൊ നിങ്ങൾ നോക്ക്, ഈ ഒരു പോയിന്റിൽ എയിൽ ഒരു മിനിമം ഉണ്ട് അല്ലെ, ബിയിൽ ഒരു മാക്സിമം ഉണ്ട്, സിയിൽ ഒരു മിനിമം ഉണ്ട്, ഡിയിൽ ഒരു മാക്സിമം ഉണ്ട് അല്ലെ. അപ്പൊ ഈ പോയിന്റിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ലോപ്പ് എത്രയായിരിക്കും? എന്ന് പറയുന്ന പോയിന്റിൽ സ്ലോപ്പ് ഉണ്ടാവില്ല അല്ലെ, സ്ലോപ്പ് ഇല്ല അല്ലെ, അത് 0 ആയിരിക്കും. ബിയിലും എന്തായിരിക്കും? 0 ആയിരിക്കും. സിയിൽ സ്ലോപ്പ് ഉണ്ടാവില്ല അല്ലെ, 0. ഡിയിലും 0 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയും? ഇത് മിനിമാസും മാക്സിമാസും അല്ലേ. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് മിനിമ ആക്ച്വലി ദിസ് ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് അല്ലേ അല്ലെ. അപ്പൊ മാക്സിമാസിലും മിനിമാസിലും അല്ലെങ്കിൽ എക്സ്ട്രീമാസിലും സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് 0 ആയിരിക്കും അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, എ ബി സി ഡി എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് അല്ലെ. ഇവിടെ ആയിരുന്ന ഈ ഒരു പോയിന്റിൽ ഇങ്ങനെയായിരുന്നു സ്ലോപ്പ് അല്ലെ, ഈ ഒരു പോയിന്റിൽ ഇങ്ങനെയായിരുന്നു അല്ലെ സ്ലോപ്പ്. പക്ഷെ ഈ ഒരു പോയിന്റിൽ വെച്ച് ഇങ്ങനെയല്ലേ സ്ലോപ്പ് വരുന്നത്, അതായത് സ്ലോപ്പ് 0 ആണ് വരുന്നത്. അപ്പൊ എ ബി സി ഡിയില് ഡി യു ബൈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി യു ബൈ ഡി എക്സ് അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്നാണ് വരുന്നത് അവിടെ. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഡി യു ബൈ ഡി എക്സ് 0 ആണ്, ദാറ്റ്സ് മൈനസ് ഡി യു ബൈ ഡി എക്സ് 0 ആണ്, സ്ലോപ്പ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 0 എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും? ഫോഴ്സ് 0 അല്ലേ. അപ്പൊ ഈ ഒരു പോയിന്റിൽ എ ബി സി ഡി എന്ന് പറയുന്ന ഈ പോയിന്റ്സില് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് 0 ആണ്. there is no force is experiencing at എ ബി സി ആൻഡ് ഡി. അപ്പൊ ഇത്തരം പോയിന്റ്സ് ഈ എ ബി സി ഇത്തരത്തില് ഫോഴ്സ് 0 ആയിട്ട് യാതൊരു ഫോഴ്സും ആ പാർട്ടിക്കിളിന് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഇത്തരം പോയിന്റ്സിനാണ് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇക്വിലിബ്രിയം പൊസിഷൻസ് ആണ് എന്ത്? ഈ എ ബി സി ഡി എന്ന് പറയുന്നത്. ഈ എ ബി സി ഡി നമുക്ക് ജനറൽ ആയിട്ട് എന്ത് പറയാം? ഇക്വിലിബ്രിയം പൊസിഷൻസ് ആണെന്ന് പറയാം. ഇനി നമുക്ക് ഇതിൽ ഇക്വിലിബ്രിയം പൊസിഷൻസിൽ തന്നെ ഓരോ കാര്യവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്താല്, അപ്പൊ നിങ്ങൾ നോക്കുക, ആദ്യം നമുക്ക് പിന്നെ എയും ബിയും ഡിയും എടുക്കാം. ബി ആൻഡ് ഡി നിങ്ങൾ നോക്കൂ, ബിയിലും ഡിയിലും അവിടെ സ്ലോപ്പ് എന്താണ്? ദാറ്റ് ഈസ് ഡി യു ബൈ ഡി എക്സ് 0 ആണ്. അപ്പൊ ഫോഴ്സും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് അല്ലെ. അപ്പൊ ഡി യു ബൈ ഡി എക്സ് 0 ആണെങ്കിൽ എഫ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ബിയിലും ഡിയിലും ഫോഴ്സ് ഇല്ല. അപ്പൊ ഈ ഒരു പോയിന്റില് പാർട്ടിക്കിള് നിൽക്കുന്ന സമയത്ത് അവിടെ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് 0 ആണ്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. then നിങ്ങൾ നോക്കി, ഈ ഒരു പോയിന്റിൽ നിന്ന് ജസ്റ്റ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഈ പാർട്ടിക്കിൾ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ആക്ട് ചെയ്തു? അവിടെ ഡി യു ബൈ ഡി എക്സ് ഉണ്ട് അല്ലെ, അവിടെ സ്ലോപ്പ് ഉണ്ട് അല്ലെ, അവിടെ വേരിയേഷൻ ഉണ്ട്. അപ്പൊ പിന്നെ യുവിന് എക്സിനനുസരിച്ച് വേരിയേഷൻ ഉണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇത് ആക്ട് ചെയ്യും. അപ്പൊ അവിടെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടും അല്ലെ. അപ്പൊ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടും. അതേപോലെ ബിന്ന് തിരിച്ചും, ഡിന്ന് അതുപോലെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ആണെങ്കിൽ അത് താഴേക്ക് വരും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ ഇക്വിലിബ്രിയം പൊസിഷൻ ആണെങ്കിലും അത് സ്റ്റേബിൾ അല്ല. ഈ ബിയും ഡിയും ഫോഴ്സ് 0 ആണ്, ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് 0 ആണ്. ബട്ട് ജസ്റ്റ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നിൽക്കുന്ന സമയത്ത് ആയാൽ കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾ പിന്നെ തിരിച്ച് ആ പോയിന്റിലേക്ക് തന്നെ വരുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അത് സ്റ്റേബിൾ അല്ല പാർട്ടിക്കിളിന്. അപ്പം ഇത്തരത്തിലുള്ള ഇതൊക്കെ ഇക്വിലിബ്രിയം അല്ലേ. എയും ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്, ബിയും സിയും ഡിയും ഒക്കെ ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്. പക്ഷെ ഈ ബിയും ഡിയും അവിടെ എന്ത് ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്. എന്ത്? ഈ ബിയും ഡിയും എന്താണ്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻസ് ആണ് എന്ത്? ബി ആൻഡ്
ഡി. ഇനി നിങ്ങൾ നോക്ക്, നമുക്ക് എയുടെയും സിയുടെയും കാര്യം നോക്കാം. എയും സിയും എന്താണെന്ന്. അപ്പൊ എയിലും സിയിലും സിമിലർലി ഈ എ ആൻഡ് സി. അപ്പൊ നമുക്ക് ഡി യു ബൈ ഡി എക്സ് എന്താണ്? അവിടെയും സ്ലോപ്പ് 0 ആണ് അല്ലെ? സ്ലോപ്പ് 0 ആണ്. അവിടെയും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? 0 ആണ് അല്ലെ? ദാറ്റ് ഈസ് എ എന്ന് പറയുന്ന പോയിന്റിലും സി എന്ന് പറയുന്ന പോയിന്റിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് 0 ആണ്. അവിടെ സ്ലോപ്പ് 0 ആണ്. ദെൻ ഇനി നിങ്ങൾ നോക്ക്, നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ജസ്റ്റ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോയാലും, സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ജസ്റ്റ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോയാലും ആ പാർട്ടിക്കിൾ പിന്നെയും നിങ്ങൾ നോക്കി ഇങ്ങനെയല്ലേ, ആ പാർട്ടിക്കിൾ വീണ്ടും എവിടെ എത്താനാ ചാൻസ്? ആദ്യത്തെ അതേ എ എന്ന് പറയുന്ന അതേ പോയിന്റില് അതേ പൊസിഷനിൽ തന്നെ വരാനുള്ള ടെൻഡൻസിയാണ് അല്ലെ? പക്ഷെ ബിയിൽ നിന്ന് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പോയിന്റിൽ നിൽക്കുവോ? ഇല്ല അല്ലെ? കാരണം അവിടെ പിന്നെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിലും പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഇവിടെ മാക്സിമം ആണ്. പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണ് ബിയിലും ഡിയിലും. ബട്ട് നമ്മളെ എയിലും സിയിലും എന്താണ്? ജസ്റ്റ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പിന്നെ ഒന്ന് മൂവ് ചെയ്താലും സെയിം പൊസിഷനിൽ തന്നെ ഇനീഷ്യൽ ആ ഒരു പൊസിഷനിലേക്ക് തന്നെ വരാനാണ് പിന്നെയും ഈ പാർട്ടിക്കിളിനുള്ള ടെൻഡൻസി. അപ്പൊ നമുക്ക് പറയാം അത് സ്റ്റേബിൾ ആണ് അല്ലെ? ആ പോയിന്റിൽ അത് സ്റ്റേബിൾ ആണ്. സോ ഈ എയും സിയും എന്താണ്? ഈ എയിലും സിയിലും സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാന്ന് പറയാം അല്ലെ? സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. അതുപോലെ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഈ ബിയിലും ഡിയിലും ഇതൊക്കെ 0 ആണെങ്കിലും പൊട്ടൻഷ്യൽ എനർജി എന്താണ്? മാക്സിമം ആയിരുന്നു അല്ലെ? പക്ഷെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയതുകൊണ്ട് ഇവിടെ എയിലും സിയിലും എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയും മിനിമം ആണ്. അപ്പൊ നിങ്ങൾ ഗ്രാഫിൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും അല്ലെ? പൊട്ടൻഷ്യൽ എനർജി U0 ആണ്, മിനിമം ആണ്. ഇവിടെ മാക്സിമം ആണ്. പൊട്ടൻഷ്യൽ എനർജിയും എന്താണ്? മിനിമം ആണ്. അപ്പൊ ഇത്രയും കാര്യം എയിലും സിയിലും എന്താ ഉണ്ടായതെന്ന് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ നോക്ക്, നമ്മൾ ഇവിടെ ഒരു യു എന്ന് പറഞ്ഞിട്ട് ഒരു ഡോട്ടഡ് ലൈന് വരച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ പി ക്യൂ. ഈ ഒരു ഡോട്ടഡ് ലൈനിൽ നിങ്ങൾ നോക്ക്, ഈ ഒരു റീജിയനിൽ ഫുള്ള് നമ്മളെ പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റന്റ് അല്ലേ? അല്ലെ? യു എന്ന് പറയുന്നത്, അതായത് ഈ പോയിന്റ് എടുത്താലും ഈ പോയിന്റ് എടുത്താലും ഈ പോയിന്റ് എടുത്താലും ഈ പോയിന്റ് എടുത്താലും ഒക്കെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? യു ആണ് അല്ലെ? നിങ്ങൾ നോക്ക്, യു അല്ലേ? അപ്പൊ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഈ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് അവിടെ പൊട്ടൻഷ്യൽ എനർജിയിൽ വേരിയേഷൻ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റന്റ് ആണ്. പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലൈനിൽ എവിടെ നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് എടുത്താലും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കില്ലേ? അപ്പൊ നമ്മള് ഈ പി ക്യൂ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലൊക്കെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി പിന്നെ അല്ലെങ്കിൽ അതിന്റെ ഡി യു ബൈ ഡി എക്സ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് അവിടെ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? അപ്പൊ ഈ ഒരു കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ റീജിയൻ ഉണ്ടല്ലേ ഇവിടെ? അപ്പൊ അവിടെ എന്താണ്? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ദർ ഇസ് നോ ഫോഴ്സ്. ബിക്കോസ് യു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഡി യു ബൈ ഡി എക്സ് എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. ഫോഴ്സ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ ഫോഴ്സ് ആക്ടിങ് അറ്റ് ദീസ് പോയിന്റ്സ്. അപ്പൊ ഇത്തരത്തില് ഇങ്ങനെ ഒരേ പൊട്ടൻഷ്യൽ ഉള്ള ഒരു റീജിയൻ ഉണ്ടാവും അല്ലെ? അപ്പൊ ഈ ഒരേ പൊട്ടൻഷ്യൽ ഉള്ള ഈ റീജിയനെയാണ് നമ്മള് ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എന്താ പറയാ? ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ന്യൂട്രൽ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ന്യൂട്രൽ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ നോക്ക്, നമ്മള് എന്തൊക്കെ കാര്യങ്ങൾ, ഇത് ജസ്റ്റ് ഒരു എക്സ് ആക്സിസിലൂടെ ഒരു 1 ഡയമെൻഷനിൽ മാസിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻസിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ? ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ എന്താണ് ഈ ഗ്രാഫിൽ നിന്നുമല്ലേ കണ്ടുപിടിച്ചത്? അപ്പൊ ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു പിന്നെ ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ നമ്മള് പിന്നെ ഈ പൊട്ടൻഷ്യൽ എനർജി കർവ് വഴി നമ്മള് ഒരുപാട് കാര്യങ്ങള് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു അല്ലെ? അപ്പൊ പൊട്ടൻഷ്യൽ എനർജി കർവ് എന്ന് പറഞ്ഞാല് പൊട്ടൻഷ്യൽ എനർജി പൊസിഷനും കൂടെ വരയ്ക്കുന്ന ഗ്രാഫാണ് പൊട്ടൻഷ്യൽ എനർജി കർവ്. അപ്പൊ ഇതില് നമ്മളിത് കണ്ടപ്പം ഇതില് എ ബി സി ഡി ജനറലി ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്. ബിയും ഡിയും എന്താണ്? അവിടെ ഡെറിവേറ്റീവ് പിന്നെ ഡെറിവേറ്റീവ് 0 ആണ്. ദാറ്റ് ഈസ് സ്ലോപ്പ് 0 ആണ്. സ്ലോപ്പ് 0 ആയതുകൊണ്ട് തന്നെ അവിടെ ഫോഴ്സ് 0 ആണ്. അപ്പൊ ബിയിലും ഡിയിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. ബട്ട് അവിടെ എന്താണ്? അത് അൺസ്റ്റേബിൾ ആണ്, സ്റ്റേബിൾ അല്ല. അവിടുന്ന് ആ പാർട്ടിക്കിൾ പിന്നെയും അവിടേക്ക് വരാനുള്ള ടെൻഡൻസി ഇല്ല. അത് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മൂവ് ചെയ്യും.
അപ്പൊ ഇത്തരത്തിൽ ബിയും ഡി എന്ന് പറയുന്ന ഈ പൊസിഷൻസിന് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻസ് എന്ന് പറയാൻ പറ്റും. അവിടെ എന്താണ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. ദെൻ നമ്മൾ എയും സിയും കൺസിഡർ ചെയ്തില്ലേ, എയും സിയും അവിടെയും സ്ലോപ്പ് 0 ആണ്, ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് 0 ആണ്. പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെയും എഗെയിൻ നമ്മൾ ഈ എ സി എന്ന് പറയുന്ന പൊസിഷൻ തന്നെ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാൻ പറ്റും. അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്, മിനിമം ആണ്. ദെൻ നമുക്ക് ഒരേ പൊട്ടൻഷ്യൽ ഉള്ള ഒരു റീജിയൻ കിട്ടി. ഈ ഒരു പൊട്ടൻഷ്യൽ ഈ ഒരു റീജിയനില് പിന്നെ അവിടെയും പൊട്ടൻഷ്യൽ പിന്നെ ഡെറിവേറ്റീവ് സ്ലോപ്പ് 0 ആണ്, അതുപോലെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതും 0 ആണ്. പക്ഷെ ഈ ഒരു റീജിയനെ, അതായത് സെയിം പൊട്ടൻഷ്യൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഒരു റീജിയനെ നമ്മള് ന്യൂട്രൽ ഇക്വിലിബ്രിയം പൊസിഷൻസ് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങള്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി കർവ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ഇത്തരത്തിൽ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിലൂടെയും പലപ്പോഴും നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല പ്രോബ്ലം, ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല പ്രോബ്ലംസും സോൾവ് ചെയ്യാനും ആ മോഷനെ പറ്റി കൂടുതൽ അറിയാനും നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് എന്ത് പൊട്ടൻഷ്യൽ എനർജി കർവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പൊട്ടൻഷ്യൽ വെൽ എന്താണ് പഠിക്കണം. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.